ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്, നവംബർ ആണ്. ഈ വരുന്ന ഡിസംബർ 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് എക്സാം ആണ്. എന്നാൽ പബ്ലിക് എക്സാമിനുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റ് വീതം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളുടെയും നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാധനമുണ്ട്. നിങ്ങളുടെ എക്സാംസ് ടഫായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റുകളിലെ ടീച്ചേഴ്സ് ഒക്കെ ഇതിനെപ്പറ്റി അനാലിസ് ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് എക്സാം ടഫായിരിക്കും എന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ A+കളിലേക്കോ ഫുൾ മാർക്കുകളിലേക്കോ ഫോക്കസ് ചെയ്യാതെ ഒരു ചാപ്റ്റർ എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമെന്ന് ഫോക്കസ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങളുടെ ടെൻഷൻ പകുതിയാവും. ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ നിരന്തരം ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളൊക്കെ പറയുന്നത്, സാർ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് A+ കിട്ടുമോ എന്ന ഭയമാണ്, ഫുൾ A+ലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല സാർ. ഇതാണ് ഒട്ടുമിക്ക കുട്ടികളുടെയും കൺസേൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഫുൾ A+ എന്നോ ഇനി അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്നോ ഉള്ള മനസ്സിലുള്ള ആഗ്രഹത്തെ മാറ്റി വെക്കുക. അപ്പൊ തന്നെ നിങ്ങൾ പകുതി ടെൻഷൻ മാറും. കിട്ടുന്നത് കിട്ടട്ടെ, പക്ഷെ ഞാൻ എൻ്റെ എഫേർട്ട് ഞാൻ എടുക്കും. അതത്രേ ഉള്ളൂ. അതിൽ വേറൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ എന്നെ കൊണ്ടാവുന്ന അത്രയും ഞാൻ ശ്രമിക്കും എന്ന് കരുതി ഫുൾ ടൈം ഉറങ്ങാതെ നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ബോഡിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന രീതിയിലല്ല പറയുന്നത്. കൃത്യമായിട്ട് അത് എഫക്റ്റീവായിട്ട് ഒരു 6-7 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് ബാക്കിയുള്ള സമയം മാക്സിമം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വരുന്ന ഡിസംബർ എക്സാമിൻ്റെ, ക്രിസ്മസ് എക്സാമിന് അടക്കം നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. എന്ന് മാത്രമല്ല, പബ്ലിക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ ഉള്ളിലുള്ള ഫുൾ A+ വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണം എന്ന ആ ഒരു ആഗ്രഹത്തെ താൽക്കാലികമായിട്ട് മാറ്റി വെക്കുക. അപ്പം തന്നെ പകുതി ടെൻഷൻ മാറും. പോയിന്റ് നമ്പർ 2, ഇതുപോലത്തെ ഈ പറയുന്ന രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. പക്ഷേ ഈ കാണുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ടോപ്പിക്കുകൾ അടക്കം ഇതിലുണ്ട്. മാത്തമാറ്റിക്സിന്റെ ചോദ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്തും കോൺസെപ്റ്റുകൾ നല്ല രീതിയിൽ അറിയുന്ന കുട്ടിക്ക് മാത്രമേ 1 മാർക്ക് അടക്കമുള്ള ചോദ്യങ്ങൾ വരെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് വ്യത്യസ്തമായുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ച് തരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഞങ്ങളെ കൊണ്ടാവുന്ന അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ഈ വരുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തന്നെ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ക്വസ്റ്റ്യൻസ് വലിയ കുഴപ്പമൊന്നുമില്ല. മാത്സിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മറ്റൊരു രീതിയിൽ ഇതിൽ കാണുന്നുണ്ടെന്നുള്ളൂ. അല്ലാതെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നല്ല രസമുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ എൻഡ് ഗെയിം എന്ന് പറയുന്ന ഒരു ബാച്ച് കൂടി വരാനുണ്ട്. ആ എൻഡ് ഗെയിമിൽ മെയിനായിട്ട് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. റിവിഷനാണ്, പക്കാ റിവിഷനാണ്. ആ റിവിഷനിൽ ഇതുപോലത്തെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കും. മാക്സിമം ഈ കാണുന്ന സെറ്റുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും, ഞങ്ങൾ പഠിപ്പിച്ച് ചെയ്തു തരും കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ കീ അടക്കം നിങ്ങൾക്ക് അതിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതേ ചോദ്യത്തിൻ്റെ മലയാളം പതിപ്പും ഇതിൽ നിങ്ങൾക്കുണ്ട് കേട്ടോ. സോ ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ വേണോ, ഇനി മറ്റെന്തെങ്കിലും വീഡിയോ വേണോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഒരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളോട് പറയുന്നത്, ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത്, ഒന്ന് നിങ്ങൾ ഫുൾ A+ വേണം അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തെ മാറ്റി വെക്കുക. പകരം നിങ്ങളെ കൊണ്ടാവുന്നത്രയും ശ്രമിക്കും. അതിലൂടെ ഞാൻ ആ മാർക്കിലേക്ക് എത്താൻ ശ്രമിക്കും എന്നത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിറ്റ് ടെസ്റ്റുകളിലോ ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർക്കിലോ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആവും, നിങ്ങൾ താഴോട്ട് പോകും. പിന്നെ നിങ്ങൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരെ ഇല്ലാതായി പോകും. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് വാങ്ങിയെടുക്കാം. അതിനുവേണ്ടി ഇപ്പം നമ്മളെ കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മൾ പഠിക്കാവുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ കൂടെ 100% ഞങ്ങളുണ്ടാവും. അതിനുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് തരുന്നതാണ്. നമ്മുടെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾ റിവിഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കും. കൂടാതെ യൂട്യൂബിലും ഉണ്ടാവും. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടുമെന്നത് ആണ് റിസ്ക് ഉണ്ടാവുക. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തേക്ക് വീഡിയോസുകൾ നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. എന്തായാലും അടിപൊളിയാക്കുക. വിഷു ഓൾവേസ് ഈ വീഡിയോ മാക്സിമം എല്ലാ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമിലുള്ളത് 15+15 30 ദിവസം മാത്രമാണ്. അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഞങ്ങൾ പുതിയൊരു പ്ലാനുമായിട്ട് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. വിഷു ഓൾ ദി ബെസ്റ്റ്.